നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാൽപ്പാറ ചുരത്തിലുണ്ടായ ദാരുണമായ വാഹന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി കേരള സർക്കാർ രംഗത്ത് വരികയാണ്. അപകടത്തിൽ മരിച്ചവരിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത 5 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ തുക അനുവദിക്കും. മലപ്പുറം പാങ് ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും സഞ്ചരിച്ച വാന് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ സർക്കാർ ജീവനക്കാരായ അധ്യാപകർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. എന്നാൽ യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയോ സാമ്പത്തിക സുരക്ഷയോ ഇല്ലാത്ത കുടുംബങ്ങളെ സഹായിക്കാനാണ് സർക്കാരിന്റെ ഈ പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചത്. അപകടത്തിൽ മരിച്ച സ്കൂൾ പാചകക്കാരി, ഡ്രൈവർ എന്നിവരടക്കമുള്ള 5 പേരുടെ ആശ്രിതർക്കാണ് ഈ തുക നൽകുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് കേരളത്തെ നടുക്കിയ വാൽപ്പാറ ദുരന്തം ഉണ്ടായത്. വാൽപ്പാറ പൊള്ളാച്ചി ചുരം പാതയിലെ 13-ാം ഹെയർപിൻ വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട വിനോദസഞ്ചാര വാൻ 300 അടി താഴ്ചയിലേക്ക് മറയുകയായിരുന്നു. 8 പേർ സംഭവ സ്ഥലത്തും പിന്നീട് 2 പേർ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചത്. സ്കൂൾ അവധിക്കാലത്ത് അധ്യാപകരും കുടുംബങ്ങളും ചേർന്ന് നടത്തിയ സ്വകാര്യ വിനോദയാത്രക്കിടെയായിരുന്നു ഈ ദാരുണമായ സംഭവം. ദുരന്തം നടന്ന് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇരകൾക്ക് ധനസഹായം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. അപകടത്തിൽ മരിച്ച അബ്ദുൾ മജീദ് ഉൾപ്പെടെയുള്ളവരുടെ കുടുംബങ്ങൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ഇതിന് പിന്നാലെയാണ് മന്ത്രിസഭ അടിയന്തരമായി ധനസഹായം പ്രഖ്യാപിച്ചത്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. തീർച്ചയായിട്ടും മരിച്ചവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ധനസഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായുള്ള നടപടികൾ മലപ്പുറം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കും. തീർച്ചയായും ഉമ്മയെ നഷ്ടപ്പെട്ട ആ മോള് ഇപ്പോഴും എത്ര പണം കിട്ടിയാലും എനിക്ക് പണം വേണ്ട, എനിക്ക് ഉമ്മയെ മതി എന്നുള്ള ആ ഒരു വാശിയും ആ ഒരു ആഗ്രഹവുമാണ് ആ കുട്ടിക്കുള്ളത്. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ എല്ലായിടത്തും ഉമ്മയോടൊപ്പം പോകുന്ന മോള് ഈ യാത്രയും അത് അങ്ങനെ തന്നെയായി. പക്ഷെ ആ പോക്കിൽ എന്നെയും കൂടെ കൊണ്ടുപോയില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമാണ് കുഞ്ഞിനുള്ളത്. ആ കുഞ്ഞ് വളരെ വൈകിയാണ് അമ്മ തന്നെ വിട്ട് പോയ വിവരം അറിഞ്ഞത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ആശുപത്രി കിടക്കയിൽ പോലും ആ കുഞ്ഞ് പറഞ്ഞിരുന്നു, എൻ്റെ ഉമ്മ അപ്പുറത്തുണ്ട്, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാമോ എന്ന് ആ കുഞ്ഞ് ചോദിച്ചതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എന്നാലും ആ ധനസഹായം ഒരു താങ്ങ് തന്നെയാണ്. പക്ഷേ മരണപ്പെട്ടവരുടെ ഒരു വിടവ് എന്ന് പറയുന്നത് ഒരിക്കലും നികത്താൻ പറ്റാത്ത വിടവ് തന്നെയാണെന്ന് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്.